ഹായ് അസ്സലാമലൈക്കും. എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാടൻ രീതിയിലൊരു ബീഫ് ഫ്രൈ എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ബീഫ് ക്ലീൻ ചെയ്ത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് മഞ്ഞൾപ്പൊടിയും 2 സ്പൂൺ കാശ്മീരി ചില്ലി, 2 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി 1/2 സ്പൂൺ ഗരം മസാലയും 1/2 സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. കൈ വെച്ച് തന്നെ ഇളക്കി യോജിപ്പിച്ചെടുക്കാൻ ശ്രദ്ധിക്കണേ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി നല്ലപോലെ മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കേണ്ടതുണ്ട്. നിങ്ങൾ നേരിട്ട് കുക്കറിനകത്ത് ബീഫ് കഴുകിയിട്ടിട്ട് കുക്കറിൽ തന്നെ മസാലകൾ ചേർത്ത് ഇത് കണക്ക് മിക്സാക്കി വേവിച്ചെടുത്താലും മതി കേട്ടോ. ഞാനൊരു ബൗളിലാക്കിയെന്നേ ഉള്ളൂ. ഇനി നമുക്കിത് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ മുഴുവനായിട്ട് കുക്കറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. മസാല വരട്ടിയിട്ടുള്ള ബീഫ് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നമുക്ക് ബീഫ് വേവാനായിട്ട് വെക്കാം. ഞാൻ 4 വിസിൽ കേൾപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. നന്നായിട്ട് ബീഫ് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓയിലൊന്ന് ചൂടാകുന്ന സമയത്ത് തേങ്ങ നീളത്തിൽ കട്ട് ചെയ്തിട്ടുള്ളത് കുറച്ച് വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തേങ്ങ ഒരു ഗോൾഡൻ നിറമാകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചി നീളത്തിൽ കട്ട് ചെയ്തിട്ടുള്ളതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് അധികം തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണേ. ഇനി അതിലേക്ക് 5 മുളക് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നമ്മൾ ബീഫ് വെച്ച് എന്ത് ട്രൈ ചെയ്യുന്ന സമയത്ത് സവാള ഇട്ട് വേവിക്കുന്നതിനേക്കാളും ടേസ്റ്റ് നമ്മുടെ ചെറിയ ഉള്ളിയില്ലേ അതിട്ട് വേവിക്കുമ്പോഴാണ് കേട്ടോ. അപ്പം എന്താ ഉള്ളി ചെറിയൊരു ഗോൾഡൻ നിറമായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ മുളക് പൊടി 1 സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ബീഫ് വേവിക്കുന്ന സമയത്ത് കാശ്മീരി ചില്ലി ഇട്ടാണ് കേട്ടോ വേവിച്ചെടുത്തിട്ടുള്ളത്. ആ മസാലയുടെ പച്ചമണമൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം തന്നെ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫില്ല അത് അതിലേക്ക് ആ വെള്ളത്തോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇനി അടച്ചു വയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ. തുറന്നിട്ട് കൊടുത്ത് തന്നെ നന്നായിട്ട് ഇളക്കി ആ വെള്ളമൊക്കെ പറ്റിച്ച് ആ അരപ്പെല്ലാം ആ ബീഫിനകത്ത് പിടിച്ച് കിട്ടുന്നത് വരെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണേ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നോക്കിയും വെള്ളമൊക്കെ പറ്റി അരപ്പൊക്കെ ബീഫിൽ പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ബീഫ് വെള്ളമൊക്കെ പറ്റി ഡ്രൈ ആയി വരുന്ന സമയത്ത് അതിലേക്ക് ഞാൻ 1/4 സ്പൂൺ നമ്മളെ വലിയ ജീരകമില്ല അതും 1/4 സ്പൂണിൻ്റെ അടുത്ത് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. കുരുമുളക് പൊടി ഇടുന്ന വീഡിയോ ഞാൻ ഓണാക്കാൻ മറന്നുപോയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ സമയത്ത് ഗരം മസാല പൊടി നമ്മൾ സാധാ ഗരം മസാല പൊടിയില്ല അത് ചേർത്ത് കൊടുത്താലും മതിയാകും. ഞാൻ നമ്മളെ വലിയ ജീരകമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 2 കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ലാസ്റ്റ് നമ്മൾ ആ കുരുമുളക് പൊടി ഇടുന്ന സമയത്ത് ബീഫിൻ്റെ നല്ല കളർ ചേഞ്ച് ആക്കി ഇട്ടിട്ടുണ്ട്. നല്ലൊരു മണമാണ് കേട്ടോ. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റുള്ളൊരു ബീഫ് ഫ്രൈ ആണ്. പിന്നെ ഇതിനൊന്നും നമുക്ക് അളവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നമ്മൾ എടുക്കുന്ന ബീഫിനനുസരിച്ചാണ് ബാക്കി മുളകും മല്ലിയും ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ചേർത്ത് കൊടുക്കാനുള്ളത്. അതുകൊണ്ട് ഇതിന് പ്രത്യേകിച്ച് അളവും കാര്യങ്ങളും ഒന്നുമില്ല. പിന്നെ എപ്പോഴും നമ്മൾ ബീഫ് ഫ്രൈ ചെയ്യുന്ന സമയത്ത് കുരുമുളകിൻ്റെ കുറച്ച് എരിയാണ് മുന്നേ നിൽക്കാനുള്ളതില്ലേ. കുറച്ച് എരി ഉണ്ടെങ്കിലാണ് കൂടുതൽ ടേസ്റ്റ്. ആ കുരുമുളകിൻ്റെ മണവും മസാലയുടെ മണവും ഒക്കെ ആയിട്ട് നല്ലൊരു ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഉറപ്പായിട്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കരുത്. പുതുതായിട്ട് വരുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാകാൻ മറക്കല്ലേ. ഇൻഷാല്ലാ മറ്റൊരു വീഡിയോയിൽ കാണാം.